പിന്നെ ഞാൻ ഓൾറെഡി ഫ്യൂച്ചർ പ്രസ്സിൽ പിന്നെ ജോയിൻ ചെയ്ത ഒരാളാണ്. അതായത് ഏപ്രിൽ ബാച്ചിൽ എക്സാം എഴുതിയ ആളാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് അനുഭവം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഇതിൻ്റെ മുന്നേ നോർമൽ പ്ലസ് ടു അതായത് 3 കൊല്ലം എഴുതി. അപ്പോൾ അതിൽ കിട്ടാതായരാണ് ഞാൻ എന്താക്കിയത്, ഇൻസ്റ്റാഗ്രാമിലൂടെ ഈ ഒരു ഫ്യൂച്ചർ പ്ലസിൻ്റെ ഒരു വീഡിയോ കാണുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഫ്യൂച്ചർ പ്ലസിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം അന്നേരമൊക്കെ അവർ നല്ല ഡീലിംഗ് ആയിരുന്നു, പക്കയായിട്ടുള്ള ഡീലിംഗ് ആയിരുന്നു. അപ്പോൾ അത് ആ ഡീലിംഗ് എന്ന് വെച്ചാൽ അവർ എക്സാം കഴിയുന്നത് വരെ ആ ഡീലിംഗ് തന്നെ, പക്കയായിട്ടുള്ള ഡീലിങ്ങും കാര്യങ്ങളെല്ലാം എല്ലാത്തിനും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഫൈനലി ഇപ്പോൾ റിസൾട്ട് വന്ന് ഏപ്രിൽ ബാച്ചിൽ എക്സാം എഴുതി ഫൈനലി റിസൾട്ട് വന്ന് മോശമില്ല നല്ല ഇതിൽ പാസ്സായി. അപ്പോൾ അവരെ ഇനിയും പിന്നെ നല്ല അവരെ ക്വാളിറ്റി, അതായത് അവരെ ക്വാളിറ്റിയാണ് മെയിൻ. ആ ക്വാളിറ്റി ഇനിയും മുന്നോട്ട് നിലനിർത്തുക. പിന്നെ എന്ന് വെച്ചാൽ ഈ ഒരു ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. കാരണം വെച്ചാൽ എത്ര പിന്നെ നമുക്ക് ഒരു എന്താ പറയുക ഇതിലുള്ളത്. കാരണം 3 കൊല്ലം ഞാൻ നോർമലി ഞാൻ കണ്ടിന്യൂ ചെയ്ത് എഴുതിയിട്ട് അതിൽ ഓൾറെഡി ഫെയിലായതാണ്. അപ്പോൾ പിന്നെ ആ ഒരു ഇതിൽ എനിക്ക് പ്ലസ് ടു ആണെന്നുള്ള ആ ഒറ്റൊരു വാശിക്കാണ് ഞാൻ എന്താക്കിയത്, ഇതിലോട്ടേക്ക് വന്ന് ഇതിൽ എക്സാം എഴുതിയിട്ട് ഇപ്പം പാസ്സായത്. എന്തായാലും അവരുടെ ഡീലിങ്സ് പക്കയാണ്. ഓക്കെ, താങ്ക് യു ഫ്യൂച്ചർ പ്ലസ്.